അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് പഠനം ഭാഗം 6. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഹൃദയസ്ഥമാക്കുക എന്നത് വലിയ പുണ്യമാണ്. അതിന് സാധിക്കുകയില്ലെങ്കിൽ തന്നെ അതിന്റെ ആശയമെങ്കിലും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. 3 ഹദീസുകളാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് 3 കേൾക്കുന്നതിന് കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ഹദീസിലൂടെ ഒരു പുതിയ അറിവ് നമുക്ക് നേടാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാദാ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. നാം അത് മാതൃകയാക്കേണ്ടതുണ്ട്. നമുക്ക് ദിവസവും അറിവ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. 3 ഹദീസിൽ നിന്ന് നമുക്ക് 3 അറിവുകൾ ഇന്ന് നേടാം. ഒന്നാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട ദൈലമി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇദാ ശരിബ്തുമുൽ മാഅ ഫശ്റബൂഹു മസ്സാ വലാ തശ്റബൂഹു അബ്ബാ ഫഇന്നൽ അബ്ബ യുരിസുൽ ഖുബാദ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇദാ ശരിബ്തുമുൽ മാഅ, നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു അദബാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇദാ ശരിബ്തുമുൽ മാഅ, നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഫശ്റബൂഹു മസ്സാ, ആ വെള്ളം നിങ്ങൾ വലിച്ച് മുറുക്കുകളാക്കി കുടിക്കുക. വല്ല മൃഗങ്ങളും കുടിക്കുന്നത് പോലെ ഒരൊറ്റ വലിക്ക് തന്നെ പാത്രത്തിലുള്ള മുഴുവൻ വെള്ളവും തീർക്കരുത്. പിന്നെ എങ്ങനെയാണ് കുടിക്കേണ്ടത്? മസ്സാ, അതിനെ ഒന്ന് കുടിച്ച് പിന്നീട് ഒന്ന് നിർത്തി, അങ്ങനെ 3 പ്രാവശ്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ അതിലധികം പ്രാവശ്യങ്ങളിലായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. വലാ തശ്റബൂഹു അബ്ബാ, ഒരൊറ്റ വലിക്ക് അതിനെ നിങ്ങൾ കുടിക്കരുത്. അങ്ങനെ കുടിച്ചാൽ അതിന്റെ കാരണം കൂടി ഹദീസിൽ വിവരിക്കുകയാണ്. ഫൈനൽ അബ്ബ യൂരിസുൽ ഖുബാദ, അങ്ങനെ ഒറ്റ വലിക്ക് വെള്ളം കുടിക്കുക എന്നത് കരൾ സംബന്ധമായ അസുഖത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. 2, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇദാ സ്വല്ലാ അഹദുക്കും ഫൽയുസല്ലി സ്വലാത്ത മുവദ്ദിഇൻ സ്വലാത്ത മൻ ലാ യളുന്നു അന്നഹു യർജു ഇലൈഹാ അബദാ. ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയുസല്ലി, അവൻ നിസ്കരിക്കട്ടെ, സ്വലാത്ത മുവദ്ദിഇൻ, ഒരു യാത്ര പറയുന്ന ആളുടെ നിസ്കാരം. ഇതിന്റെ ഒരു അവസാനത്തെ നിസ്കാരമാണ്. ഈ നിസ്കാരം കഴിയുന്നതോടുകൂടെ ഇനി ഞാൻ പോവുകയാണ്, ഇവിടെ ജീവിക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഒരാളെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അയാൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നത് പോലെ നല്ല ഭയഭക്തിയോട് കൂടെ ഇനി എനിക്ക് നിസ്കരിക്കാൻ സാധിക്കണമെന്നില്ല എന്ന ചിന്തയിൽ നിസ്കരിക്കുക. അതാണ് മൻ ലാ യളുന്നു സ്വലാത്ത മൻ, ഒരാളുടെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുക. ലാ യളുന്നു അന്നഹു യർജു ഇലൈഹാ അബദാ, ഇനി ഒരിക്കലും സംസ്കാരത്തിലേക്ക് മടങ്ങുമെന്ന് ഭാവിക്കാത്ത ഒരാളുടെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുക. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. 3-ാമത്തെ ഹദീസ്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅത്വഅത് സൗജഹാ ദഖലത്തിൽ ജന്ന. ബസ്സാർ എന്നവര് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്.
ഒരു സ്ത്രീ നിസ്കരിച്ചാൽ അവളുടെ 5 വഖത്ത് നിസ്കാരം ഖളാഅക്കാതെ നിസ്കരിച്ചു പോന്നാൽ, അവൾക്കുള്ള മാസമായ റമദാനിലെ നോമ്പ് കാരണം കൂടാതെ നഷ്ടപ്പെടുത്താതെ നോറ്റു പോന്നാൽ, അവളുടെ ഔറത്തിനെ അവൾ സൂക്ഷിച്ചു പോരുകയും ചെയ്താൽ, ഔറത്ത് എന്ന് പറയുന്ന അവളുടെ ശരീരം ഒട്ടാകെയാണ് അന്യപുരുഷന്മാരെ തൊട്ട്. നിസ്കാരത്തിലാണെങ്കിൽ മുഖവും മുങ്കയും ഒഴികെയുള്ള സ്ഥലമാണ്. അങ്ങനെ അതാത് സമയത്തുള്ള ഔറത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ്. 3-ാമത്തെ ഹദീസ്. 3 അറിവുകളാണ് ഈ ഹദീസിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇതുപോലെയുള്ള അറിവുകൾ നിത്യവും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ അംഗങ്ങളാവുക. ഈ ചാനലിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക്, ഇങ്ങനെ ഇത് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചാനലിൽ അംഗങ്ങളായ മുഴുവൻ ആളുകൾക്കും ഖൈർ അല്ലാഹു നൽകട്ടെ. എല്ലാവിധ ഷർറുകളെ തൊട്ടും അല്ലാഹു കാക്കട്ടെ. എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകട്ടെ. പൂർണ്ണ ഈമാൻ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.